എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഫോട്ടോകോപ്പി റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം സ്ക്രൂട്ടിനി ഓർ റീവാലുവേഷൻ റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർച്ച് 2024 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടിനിയുടെയും റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ റീവാലുവേഷന് മുമ്പുണ്ടായിരുന്നത്, റീവാലുവേഷന് ശേഷം എത്ര മാർക്കാണ് ഉണ്ടായിരുന്നത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു സ്ക്രൂട്ടിനി അല്ലെങ്കിൽ റീവാലുവേഷൻ്റെ ആ ഒരു PDF രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10% മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ, അതായത് റീവാലുവേഷന് ശേഷം 10% മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രൂട്ടിനിയിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കാം. നോ ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച് ഇല്ല, ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ സ്ക്രൂട്ടിനിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനത്തോട്ടാണ്, അതായത് ഏകദേശം കുറച്ച് കഴിയുന്ന സമയത്താണ് ഇവിടെ അതായത് റീവാലുവേഷൻ്റെയും കൊടുത്തിട്ടുള്ളത്. റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിലുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. നോ ചേഞ്ച് ആണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ചേഞ്ചുകളും വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റീവാലുവേഷൻ റിസൾട്ട് വിത്ത് ഫസ്റ്റ് ഇയർ 10% മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് റീവാലുവേഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് പൈസ റീഫണ്ട് കിട്ടാനുള്ള അവസരം ഉള്ളത് എന്നുള്ള ലിസ്റ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. മുകളിൽ കൊടുത്തത് കാണാൻ സാധിക്കും. ഹൂ സെക്യൂർഡ് 10% ഓർ എബോവ് സ്കോർ ഇൻ ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റീവാലുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു റീവാലുവേഷൻ നൽകിയിട്ടുണ്ടായിരുന്ന 500 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഇനി അടുത്ത PDF ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ വിത്ത് മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. റീവാലുവേഷന് മുമ്പുള്ള മാർക്കും റീവാലുവേഷൻ ശേഷമുള്ള മാർക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുമ്പ് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നോ, ഈ ഒരു റീവാലുവേഷൻ ശേഷം ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നതുള്ളത് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മഞ്ഞ കളറിലായിട്ട് ഈ ഒരു മാർക്ക് ബിഫോർ റീവാലുവേഷന് മുമ്പുള്ള നിങ്ങളുടെ മാർക്കും റീവാലുവേഷന് ശേഷമുള്ള മാർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ആ ഒരു സംശയം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇതിൽ ആർക്കൊക്കെയാണ് അതായത് 10% മാർക്ക് കൂടിയിട്ടുള്ളത് എന്ന് നോക്കാം. അതായത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 40 മാർക്കാണെങ്കിൽ 80ൻ്റെ സബ്ജക്റ്റിൽ 40 മാർക്കാണെങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഒരു അതായത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഒരു 40 മാർക്കാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 40 മാർക്കാണെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം ഒരു 48 മാർക്ക്, അതായത് 10% മാർക്ക്, അതായത് 80ൻ്റെ ഒരു 10% ആണ് 8 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 8 മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. ഇനി അതേസമയം 40 മാർക്കുള്ള 60 മാർക്കുള്ള വിഷയം ആണെങ്കിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 20 മാർക്കാണെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 6 മാർക്ക് കൂടി 26 മാർക്കായി. അതായത് റീവാലുവേഷന് മുമ്പ് 20ഉം റീവാലുവേഷന് ശേഷം 26 മാർക്കുമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു 60ൻ്റെ 10% എന്ന് പറയുന്നത് 6 മാർക്കാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു 6 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ ടോട്ടൽ, അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് കൂടുകയോ അതുപോലെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ നിങ്ങൾക്ക് 8 മാർക്ക് കൂടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റീവാലുവേഷൻ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.